മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. സ്വാമി വിവേകാനന്ദൻ്റെ 150-ാം ജന്മവാർഷികം ഭാരതമെമ്പാടും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളിൽ ഭാരതത്തിൽ ജനിച്ച ഓരോ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും, ഭാരതത്തിൽ ജനിച്ച ഓരോ ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും മധ്യപക്ഷക്കാരനും, ഭാരതീയനായ ഈശ്വര വിശ്വാസിക്കും നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും മാതൃകാപരമായി അനുകരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹം ജ്ഞാനയോഗിയായിരുന്നു, അത്ര തന്നെ കർമ്മയോഗിയുമായിരുന്നു. ഭാരതീയ പൈതൃകത്തോട് അദ്ദേഹം ഭക്തിയോഗവും നിരന്തരം വെച്ച് പുലർത്തിയിരുന്നു. ജ്ഞാനവും കർമ്മവും ഭക്തിയും ഒരുമിച്ച് സമന്വയിച്ച ഒരു യുക്തിവാദിയുടെ ചിന്തകളും ചോദ്യങ്ങളും ചോദിച്ച ഒരു പരിവ്രാജകനായി ലോകമെമ്പാടും കറങ്ങി നടന്ന് ഭാരതത്തെക്കുറിച്ച് ലോകത്തിന് അറിയിച്ച ആ മഹാരഥന്റെ 150-ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് നാം നടത്തുന്ന, ചെയ്യുന്ന, ആഘോഷിക്കുന്ന ഓരോ പരിപാടിക്കും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം, ഒരു മാർഗമുണ്ടായിരിക്കണം. ഭാരതമെമ്പാടും സ്വാമി വിവേകാനന്ദൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ എന്തെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും അത് എഫിഷ്യൻ്റായിട്ട് ചെയ്താൽ മാത്രം പോരാ, എഫക്റ്റീവായിട്ട് ചെയ്യുകയും വേണം. ഏത് കർമ്മത്തിനും എന്തായിരുന്നു മാർഗം, എന്തായിരുന്നു ലക്ഷ്യം, അത് നേടാൻ സാധിച്ചോ എന്ന് സ്വയം വിലയിരുത്തി വേണം ഓരോ പരിപാടിയുടെയും മഹത്വം നിർണയിക്കാൻ, ലോകത്തെ ബോധ്യപ്പെടുത്താനും അത് ഇന്നത്തെ ലോകത്തിൽ ആവശ്യമാണ്. ഹൗ മച്ച് എഫക്റ്റീവ് വാസ് ദ പ്രോഗ്രാം ഓർഗനൈസ്ഡ് ഫോർ റിമെമ്പറിങ് ആൻഡ് റിമൈൻഡിങ് സ്വാമി വിവേകാനന്ദാസ് മെസ്സേജ്? അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്നുണ്ടായിരിക്കേണ്ടത്. മാ അഭി എന്ന് പറഞ്ഞ ആ വിവേകാനന്ദൻ്റെ സന്ദേശം ഭീരുവാകരുത്, ഭീരുവാവരുത്. മാതാ അമൃതാനന്ദമയി സ്വാമി വിവേകാനന്ദൻ്റെ 150-ാം ജന്മവാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇന്ന് ഹിന്ദുക്കൾ ഭീരുക്കളാണെന്നാണ്. ആ ഭീരുത്വമാണ് ഇന്ന് ന്യൂനപക്ഷത്തിൻ്റെ പേരിലായാലും രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും ഹൈന്ദവ ജനത ഒരു തരത്തിൽ അടിച്ചമർത്തപ്പെടുന്നത്. അതുകൊണ്ട് ചിന്തിക്കണം, ഞാൻ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതല്ല, ജീവിക്കുന്നിടത്തോളം കാലം ധൈര്യമായിട്ട് ധീരതയോടെ നമ്മുടെ ധർമ്മത്തിനും രാഷ്ട്രത്തിനും വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ധർമ്മത്തെയും രാഷ്ട്രത്തെയും ഓരോ നിമിഷവും മനസ്സിൽ വെച്ച് ഭാരതീയനായി ജനിച്ചതിൽ, ഭാരതീയനായി ജീവിക്കുന്നതിൽ, ഹിന്ദുവായി തന്നെ ഈ ധർമ്മത്തെ പഠിച്ചു പ്രചരിപ്പിക്കുന്നതിൽ ആത്മാഭിമാനം കൊള്ളേണ്ട അതിൻ്റെ ഒരാരംഭ ദിവസമാണ് സ്വാമി വിവേകാനന്ദൻ്റെ 150-ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന ഈ വേള. എന്നും സ്വാമി വിവേകാനന്ദൻ പറയാറുണ്ടായിരുന്നു, ഇരുമ്പിൻ്റെ മസിലും സ്റ്റീലിൻ്റെ നെർവുകളും ഉണ്ടാവണം. അതിൻ്റെ അർത്ഥം തപസ് ചെയ്യാൻ ഇത് വേണമെന്നല്ല, കർമ്മനിരതനാവാൻ ഇത് വേണം. ഭാരതം എന്ന രാഷ്ട്രമേ, നിനക്ക് വേണ്ടി ഞാൻ അനുഭവിക്കുന്നതെല്ലാം, ഞാൻ അനുഭവിക്കുന്ന വേദനകളെല്ലാം നിന്റെ പാദങ്ങളിൽ പുഷ്പങ്ങളായിട്ട് അർപ്പിക്കുന്നു. സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച, എല്ലാം തികഞ്ഞ കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടി എല്ലാം ഉപേക്ഷിച്ച ആ ഋഷിവര്യൻ്റെ സ്മരണ ഓരോ നിമിഷവും നമ്മളിലും നമ്മളുമായി ബന്ധപ്പെട്ടവരിലും ഉണ്ടാക്കണം. നമ്മുടെ നാടിൻ്റെ പൈതൃകം, ഭൂതകാല വൈഭവത്തെക്കുറിച്ചും വർത്തമാനകാല മഹത്വത്തെക്കുറിച്ചും ഭാവികാല ചൈതന്യത്തെക്കുറിച്ചും നമുക്ക് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ സാധിക്കണം. ആത്മാഭിമാനമില്ലാത്തൊരു വ്യക്തി, ആത്മാഭിമാനമില്ലാത്തൊരു കുടുംബം
ധർമാഭിമാനമില്ലാത്ത ഒരു വിഭാഗം ജനത, രാഷ്ട്രാഭിമാനമില്ലാത്ത ഒരു രാഷ്ട്രം, ഇത് വളരെ കൂടുതൽ കാലമൊന്നും നിലനിൽക്കില്ല. നിർഭാഗ്യവശാൽ 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ വിദേശികൾ നമ്മുടെ പൈതൃകം നശിപ്പിച്ചു. അതിനുശേഷം നമ്മുടെ പൈതൃകം നശിപ്പിച്ചത് വിദേശികളുടെ സ്വഭാവമുള്ള ഭരണകർത്താക്കളായിരുന്നു. ആ ഭരണകർത്താക്കൾക്ക് അത് ചെയ്യാൻ സാധിച്ചതിൻ്റെ പ്രധാന കാരണം നമുക്ക് ആത്മാഭിമാനമില്ലായിരുന്നു. ഇന്നലെ വരെ സംഭവിച്ചതിനെക്കുറിച്ച് ദുഃഖിക്കാനോ വിഷമിക്കാനോ കരയാനോ അല്ല പറഞ്ഞത്. ഇന്നലെ വരെ സംഭവിച്ചത് ശ്രീ രവിശങ്കർ പറഞ്ഞതുപോലെ ഡെസ്റ്റിനിയാണെന്ന് വിചാരിക്കുക. ഇന്നു മുതൽക്ക് കർമ്മനിരതരാവുക. മാതാ അമൃതാനന്ദമയിയുടെ സന്ദേശം സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഓർക്കുമ്പോൾ, ഓർമ്മിപ്പിക്കുമ്പോൾ കർമ്മനിരതരാവണം. ഒരു മിനിറ്റ് പോലും നമുക്ക് വിശ്രമിക്കാനുള്ള മനസ്സുണ്ടാവരുത്. ആ വിശ്രമമില്ലാത്ത ജീവിതം, ചെയ്യാനുള്ളത് ചെയ്തു കഴിയുമ്പോൾ തിരിച്ചു പോകാനുള്ള സമയമാകുന്നത് വരെ, അവസാനത്തെ ശ്വാസം വരെ, ടിൽ ദ ലാസ്റ്റ് ബ്രെത്ത്, നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഓർമ്മിക്കുക, ആദ്യം വേണ്ടത് ജ്ഞാനയോഗമാണ്. സ്വാമി വിവേകാനന്ദൻ ആയത് തന്നെ ജ്ഞാനയോഗം കൊണ്ടാണ്, അറിവ് കൊണ്ടാണ്. ഭാരതത്തിലെ വേദങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, ഭാരതത്തിലെ ഉപനിഷത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് എത്തി അതിൻ്റെ മുത്തുക്കൾ എടുത്ത് പരിശോധിച്ചതിൽ നിന്ന് ലഭിച്ച അറിവുകൾ, രാമായണത്തിലെ ചരിത്ര പുരുഷന്മാരുടെ അനുഭവങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, മഹാഭാരതത്തിലെ ചരിത്ര പുരുഷന്മാരെ കുറിച്ചുള്ള അറിവുകൾ, അവരുടെ ജീവിതാനുഭവങ്ങൾ, അതിൽ പറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ, അതിൽ നൽകിയിരിക്കുന്ന കഥകളെക്കുറിച്ചുള്ള അറിവുകൾ, ഭാരതത്തിലെ പുരാണങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, അവയെല്ലാം ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പഠിച്ചു പഠിപ്പിക്കാനുള്ള ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും, അതാണ് സ്വാമി വിവേകാനന്ദന്റെ ജീവിതം. നമ്മുടെ പൈതൃകത്തിൽ നിന്ന് അറിവ് നേടി ജീവിതത്തിൽ, ഇന്നത്തെ ജീവിതത്തിൽ പ്രവൃത്തി ചെയ്ത് മുമ്പോട്ട് പോകാൻ ദ വേ ഫോർവേഡ്, ഇത് ഫോർഡ് കമ്പനിയുടെ മുദ്രാവാക്യമാണ്. ദ വേ ഫോർവേഡ്, മുമ്പോട്ട് പോവുക, ചരൈവേദി എന്ന് ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ അതിന് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉണ്ടാകണം. ആ മുമ്പോട്ട് ദ വേ ഫോർവേഡിന് വേണ്ടി പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ഭാരതം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഭാരതീയമായ നന്മകളെ കുറിച്ച് അറിയാൻ എന്നും സാധിക്കണം. ജ്ഞാനയോഗവും കർമ്മയോഗവും ഭക്തിയോഗവും ചേർത്ത്. അതുപോലെ നമുക്ക് സാധിക്കണം, കഠോപനിഷത്തിലെ യമധർമ്മ രാജാവ് നചികേതസിനോട് പറഞ്ഞുകൊടുത്ത ധന്യമായ സന്ദേശത്തെ സ്വാമി വിവേകാനന്ദൻ നിരന്തരം ഉദ്ധരിച്ചുകൊണ്ട് ലോക ജനതയിൽ ആവേശമുളവാക്കി. ഉത്തിഷ്ഠത എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഗ്ലോറിയസ്ലി സ്റ്റാൻഡപ്പ്, ചൈതന്യവത്തായി എഴുന്നേറ്റ് നിൽക്കുക, തളരരുത്, തകരരുത്, വരളരുത്, വളരണം. ഉത്തിഷ്ഠത, ജാഗ്രത, ഈ ജഗത്തിലാണ് നിലനിൽക്കുന്നതെന്ന ബോധം ഉണ്ടാവുക. അർത്ഥം, നമ്മൾ പെർമനന്റ് അല്ല ഇവിടെ. വി ആർ നോട്ട് പെർമനന്റ് ഹിയർ ഇൻ ദിസ് വേൾഡ്. ഉത്തിഷ്ഠത, ഗ്ലോറിയസ്ലി സ്റ്റാൻഡപ്പ്. ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് പോവലാണ് ജീവിതം. ഇതെല്ലാം ഇല്ലാതെയാക്കലല്ല ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും. ആ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ചൈതന്യവത്തായി എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ചങ്കൂറ്റം സ്വാമി വിവേകാനന്ദൻ ഭാരതീയ ജനതയിൽ ഉണ്ടാക്കി. ഭാരത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വിവേകാനന്ദരോട് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് രാഷ്ട്രബോധമുള്ള പൗരന്മാരുണ്ടാവട്ടെ, എന്നിട്ടാകാം സ്വാതന്ത്ര്യമെന്നാണ്. ലോകത്തിലെ മതങ്ങളുടെ മാതാവായ ഹിന്ദു ധർമ്മത്തിന്റെ പുത്രനാണ് ഞാൻ, എങ്കിലും വിശ്വപൗരനാണ്. ഒരു ഭാരതീയന് മാത്രമേ അത് പറയാൻ സാധിക്കുള്ളൂ. എൻ്റെ മതം, എൻ്റെ ദൈവം, എൻ്റെ പുസ്തകം, അതല്ലാതെ മറ്റെല്ലാം നരകത്തിലേക്കുള്ള വഴിയാണെന്ന് പറഞ്ഞു നടക്കുന്ന ഇസ്ലാമിനെയും ക്രിസ്ത്യാനികളെയും അടിമുടി വിമർശിക്കുക വാക്കുകളിലൂടെ പരോക്ഷമായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. കാരണം ഭാരതീയർ പ്രാർത്ഥിച്ചു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭാരതീയർ പ്രാർത്ഥിച്ചില്ല, ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ പ്രാർത്ഥിച്ചില്ല, ഭാരതീയ സമസ്ത സുഖിനോ ഭവന്തു എന്ന്. അതുകൊണ്ട് ഉത്തിഷ്ഠത, എഴുന്നേറ്റ് നിൽക്കൂ, ചൈതന്യവത്തായി സ്വന്തം കാലിൽ നിൽക്കൂ, തളരാതെ തകരാതെ. ജാഗ്രത, ഏത് കർമ്മം ചെയ്യുമ്പോഴും, എവിടെയെല്ലാം നിൽക്കുമ്പോഴും, എന്തെല്ലാം നേടുമ്പോഴും, എന്തെല്ലാം ഉണ്ടാക്കുമ്പോഴും ഓർമ്മിക്കുക,
ഇതൊന്നും പെർമനന്റ് അല്ല. ഈ ജീവിതം, ഈ ശരീരം പോലും പെർമനന്റ് അല്ല. ഭൂമിയിലേക്ക് വന്ന ദിവസമുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന ദിവസമുണ്ട്. അതുകൊണ്ട് ജാഗ്രത. ഉപനിഷത്തുകൾ പറയും തസ്മാ ജാഗ്രത ജാഗ്രത. അതുകൊണ്ട് ഓർമ്മിക്കുക, വി ആർ നോട്ട് പെർമനന്റ് ഹിയർ. ലാസ്റ്റ് സെഞ്ചുറി ദിസ് ഡേ വി വർ നോട്ട് ഹിയർ. നെക്സ്റ്റ് സെഞ്ചുറി ദിസ് ഡേ ഓൾസോ വി വിൽ നോട്ട് ബി ഹിയർ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എത്ര കാലം ജീവിച്ചു എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടന്റ് ജീവിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിച്ചു എന്നുള്ളത്. ഓർമ്മിക്കുക, പ്രാപ്യവര നിബോധത. അറിവ് നേടി അറിവ് കൊടുത്തുകൊണ്ട് പ്രബുദ്ധരാവുക, ഉത്ബുദ്ധരാവുക. എത്രത്തോളം കാലം ജീവിക്കുന്നു അത്രയും കാലം. ഭാഗവതത്തിലെ ദേവഹൂതിക്ക് മകനായ കപില മഹർഷി ഷഡ് ദർശനങ്ങള് ഉപദേശിച്ചു കൊടുത്തത് 80-ാമത്തെ വയസ്സിലാണ്. അമ്മയ്ക്ക് 80 വയസ്സാവുമ്പോൾ എന്തിനാ ഇതൊക്കെ പഠിക്കുന്നതെന്ന് മകൻ ചോദിച്ചില്ല. ഞാൻ നിങ്ങളോടും പറയുന്നു, പഠിക്കുക, പഠിക്കുക. പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം യൂട്യൂബിലുണ്ട്. പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് പുസ്തകങ്ങളിലൂടെയും മെമ്മറി കാർഡുകളിലൂടെയും പെൻഡ്രൈവിലൂടെയും CD-കളിലൂടെയും DVD-കളിലൂടെയും തന്നിട്ടുണ്ട്. പഠിക്കണം. പഠിക്കാനുള്ള ജന്മം പഠിപ്പിക്കാനുമുള്ള ജന്മമാക്കി മാറ്റണം. ഉപനിഷത്തുക്കൾ പറഞ്ഞതുപോലെ സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം. പഠിക്കുക, പഠിച്ചത് പഠിപ്പിക്കുക. നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആരും ബോധേഡല്ല. നിങ്ങളുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയെ കുറിച്ച് ആരും ബോധേഡല്ല. നിങ്ങളുടെ വെൽത്തിനെ കുറിച്ച് ആരും ബോധേഡല്ല. നിങ്ങൾക്ക് സാധിക്കുന്നത് പഠിച്ചത് എന്തോ അത് പഠിപ്പിക്കുക. 10 പേരിലെങ്കിലും പഠിപ്പിക്കുക. അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. അവർക്ക് വേണ്ടി സഭകൾ ഒരുക്കുക. എങ്ങനെയെല്ലാം സാധിക്കുമോ അതെല്ലാം ചെയ്യുക. നമ്മുടെ രാഷ്ട്രത്തെ തിരിച്ചു കൊണ്ടുവരണം. 2020-ാം ആണ്ടില് ബൈബിള് വായിച്ച് ഇന്ത്യൻ പാർലമെന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എന്ന് പ്രതിജ്ഞയെടുത്ത ബിഷപ്പുമാരിവിടെ ഉണ്ട്. അത് ചെയ്യുന്ന കർദിനാൾമാരിവിടെ ഉണ്ട്. അത് ചെയ്യാൻ നേതൃത്വം നൽകുന്ന മെത്രാന്മാരിവിടെ ഉണ്ട്. പുറത്ത് കാവ്യവേഷമാണെങ്കിലും അകത്ത് അവർ പോപ്പിന്റെ പ്രതിനിധികളാണ്. പോപ്പാണ് അവരെ അവരോധിച്ചിരിക്കുന്നത്. ഭാരതത്തിലെ ഋഷിവര്യന്മാരല്ല. ഭാരതീയമായ പൈതൃകത്തോട് അവർക്ക് ആദരവുണ്ടെന്ന് അവർ പറഞ്ഞിരിക്കാം. പക്ഷെ ആ ആദരവെല്ലാം കയ്യടി വാങ്ങിക്കാനും ഹൈന്ദവ ജനതയെ ഇസ്ലാമിലേക്കും അല്ലെങ്കിൽ ക്രിസ്തു മതത്തിലേക്കും കൊണ്ടുപോകാനാണ്. ഒരു വശത്ത് ലവ് ജിഹാദിലൂടെ നടക്കുന്ന മതം മാറ്റം, മറ്റൊരു വശത്ത് പുറമെ ആട്ടിൻതോലിട്ട് അകത്ത് ചെന്നായ്ക്കളായി ജീവിക്കുന്ന കുറെ കർദിനാൾമാരും ബിഷപ്പുമാരും മെത്രാന്മാരും അച്ഛന്മാരും കന്യാസ്ത്രീകളും ഭാരതത്തെ അടിമുടി മതം മാറ്റുന്നു. 3-ാമത്തെ സഹസ്രാബ്ദം ഭാരതത്തെയും ചൈനയെയും മതം മാറ്റാനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോപ്പ് 2000-ാം ആണ്ടിൽ ഭാരതത്തിൽ നടത്തിയ പ്രഖ്യാപനത്തിന്റെ കണ്ടിന്യൂവേഷനാണ് ഇവിടെ നടക്കുന്നത്. ഈ ഭാരതത്തിൽ ജീവിക്കുന്ന ഹിന്ദുക്കളായ മാർക്സിസ്റ്റുകാരോടും ഹിന്ദുക്കളായ കോൺഗ്രസിനോടും ഹിന്ദുക്കളായ BJP-കാരോടും പറയുന്നു, ഈ രാഷ്ട്രത്തെയും ഈ ധർമ്മത്തെയും ഇനി സംരക്ഷിക്കാൻ ഇനി ഒരു അവതാരം വരില്ല. എനിക്കും നിങ്ങൾക്കും സാധിച്ചില്ലെങ്കിൽ 1000 വർഷത്തെ ഭരണത്തിന്റെ കീഴില്, 1000 വർഷത്തെ വിദേശ ഭരണത്തിന്റെ കീഴിൽ നശിക്കാത്ത തളരാത്ത ഭാരതം, നമ്മുടെ നാടിന്റെ ഭരണാധികാരികള്, ഇന്ത്യക്കകത്ത് ജനിച്ചവരും ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവരുമായ ഭരണാധികാരികളുടെ പ്രവർത്തനം കൊണ്ട് 70 വയസ്സിനുള്ളിൽ നമ്മുടെ ധർമ്മം നശിക്കാൻ ഇടവരുത്തരുത്. മാറ്റമുണ്ട്. DYFI-കാരോട് ഞാൻ പ്രത്യേകം പറയാറുണ്ട്, ഇന്നും അത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ കോട്ടയത്ത് വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ചൊരു പ്രഭാഷണത്തിന് പോയപ്പോൾ തിരുവനന്തപുരം മുതൽക്ക് കോട്ടയം വരെ കണ്ടത് DYFI-കാരുടെ ഫ്ലക്സിൽ മുഴുവനും ശ്രീനാരായണ ഗുരുദേവന്റെ, സ്വാമി വിവേകാനന്ദന്റെ, രമണ മഹർഷിയുടെ അതിഗംഭീരമായിട്ട് ഭാരതീയ പൈതൃകത്തിന്റെ ജ്വാല പരത്തിയ ഋഷീശ്വരന്മാരുടെ ഫോട്ടോ ആണ്, ഋഷീശ്വരന്മാരുടെ ചിത്രമാണ്. അടിമുടി മാറുന്നു. DYFI-കാരോടും CPM-കാരോടും പറയാൻ, നിങ്ങൾ കുറച്ച മനസ്സുണ്ട്, ധൈര്യമുണ്ട്, ചങ്കൂറ്റമുണ്ട്. ഈ ധർമ്മത്തെയും ഈ രാഷ്ട്രത്തെയും അവഹേളിക്കുന്നത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഓരോ മുസ്ലിമും മുസ്ലിമിന് വേണ്ടി ജീവിക്കുന്നു, ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനിക്ക് വേണ്ടി ജീവിക്കുന്നു. അവർ മുകൾ പരപ്പിൽ എല്ലാം മതേതരത്വമാണ്. മതസൗഹാർദ്ദ റാലിയും അവർ നടത്തും. അവർ തന്നെയാ ഹൈന്ദവ ജനതയെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണില്ല. പണ്ട് നമുക്ക് സാധിച്ചിരുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചത് ഏത് ഈശ്വരനെ ആരാധിച്ചാലും ആത്യന്തികമായി ഒന്നിൽ തന്നെ എത്തുമെന്നാണ്. അത് ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. ശത്രുവിനെ പോലും അതിഥി ദേവോ ഭവ എന്ന തെറ്റായ വ്യാഖ്യാനത്തിലൂടെ നമ്മൾ സ്വീകരിച്ചു. 17 പ്രാവശ്യം മുഹമ്മദ് ഗസ്നി ഭാരതത്തെ ആക്രമിച്ചിട്ടും
അവരുടെ സൈന്യങ്ങൾക്ക് നമ്മൾ ഭക്ഷണവും വെള്ളവും കൊടുത്തു. അതിഥി ദേവോ ഭവ പറഞ്ഞ് വേദവാക്യങ്ങളും ഉപനിഷത്ത് വാക്യങ്ങളും എവിടെ ഉപയോഗിക്കണമെന്ന് നമുക്കറിയാതെ പോയി. അധർമ്മം ചെയ്യുന്ന വ്യക്തിയെ ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ടാണെങ്കിലും അടിച്ചു തെറിപ്പിക്കണമെന്ന ശ്രീകൃഷ്ണ വചനം നമ്മൾ മറന്നു. അസത്യം പറഞ്ഞ ദ്രോണാചാര്യരെ അസത്യം കൊണ്ട് തന്നെ അടിച്ചു തെറിപ്പിക്കണമെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞ ആ വരികൾ നമ്മൾ മറന്നു. സോമനാഥ ക്ഷേത്രം ആക്രമിക്കാനാണ് മുഹമ്മദ് ഗസ്നി വരുന്നത് എന്നറിയാമായിരുന്നിട്ടും 5-6 മാസം ആ വരുന്ന സൈന്യങ്ങൾക്ക് ഭാരതീയരാ ഭക്ഷണവും വെള്ളവും കൊടുത്തത്. അതവർ കൊടുത്തില്ലായിരുന്നെങ്കിൽ സോമനാഥ ക്ഷേത്രം ആക്രമിക്കപ്പെടുമായിരുന്നില്ല. നമ്മളാണ് അധർമ്മം ചെയ്യുന്ന മെത്രാന്മാർക്കും ബിഷപ്പുമാർക്കും കർദിനാൽമാർക്കും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായ രാഷ്ട്രീയക്കാർക്കും നമ്മളാണ് വളം വയ്ക്കുന്നത്. പറയാറുണ്ട്, ഗുരുവായൂർ അമ്പലത്തിലെയും ശബരിമലയിലെയും ഭണ്ഡാരത്തിന്റെ വരവ് സർക്കാർ എടുക്കുന്നു എന്ന്. നമ്മളല്ലേ കൊണ്ടുപോയി ഇടുന്നത്? എന്തിനവിടെ ഇടണം? 36,000 ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത് എന്തിന്? ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് AC കാറിലും 5 സ്റ്റാർ ഹോട്ടലിലും താമസിക്കാൻ വേണ്ടി നമ്മുടെ വഴിപാടുകൾ എന്തിനു കൊടുക്കണം? നമ്മൾ ചെയ്തിട്ട് അവരെ പറയുന്നത് എന്തിന് എന്നുകൂടി ചിലപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എൻ്റെ ക്ലാസ്സുകളിൽ. അത് തന്നെ നിങ്ങളോടും പറയുന്നു. നമുക്കും ചിന്തിക്കാം. DYFI-കാർക്കും CPM-കാർക്കും CPI-കാർക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള മുസ്ലിമും മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഹിന്ദുവും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു, ഹിന്ദുവിനെതിരായിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ആത്മാഭിമാനത്തോടുകൂടി സ്വാമി വിവേകാനന്ദന്റെ 150-ാം ജന്മവാർഷികത്തില് ഉജ്ജ്വലമായൊരു പ്രതിജ്ഞ എടുക്കാം. ഭാരതം എന്ന രാഷ്ട്രത്തെ തിരിച്ചു കൊണ്ടുവരും, ഭാരതത്തെ പ്രോജ്വലമാക്കും, അതിന് ഈ നാടിന്റെ സംസ്കാരത്തെ ഉണർത്തും വളർത്തും. വിദേശികളല്ല ഭാരതം ഭരിക്കേണ്ടത്. ഭീഷ്മ പിതാമഹന്റെ പ്രതിജ്ഞ എന്തായിരുന്നു? ഹസ്തിനപുരം എന്ന രാഷ്ട്രത്തെ സംരക്ഷിച്ചു കൊള്ളാമെന്ന്. ആ പ്രതിജ്ഞ എങ്ങനെയാക്കി മാറ്റി? ഹസ്തിനപുരം ഭരിക്കുന്നവരെ സംരക്ഷിച്ചു കൊള്ളാമെന്നാക്കി മാറ്റി. അതാണ് ഇന്ന് ഭാരതത്തിൽ സംഭവിക്കുന്നത്. ഭാരതത്തിൽ ജനിച്ചവന് ഭാരതത്തോട് സ്നേഹം ഉണ്ടാവണം, ഭാരതത്തിലൂടെ സ്നേഹം ഉണ്ടാവുള്ളൂ. ഇറ്റലിയിൽ ജനിച്ച വ്യക്തിക്ക് ഇറ്റലിയോടെ സ്നേഹം ഉണ്ടാവുള്ളൂ. ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ചിന്താധാരകൾ സ്വീകരിച്ചവർക്ക് ആ രാഷ്ട്രത്തോടെ ബഹുമാനം ഉണ്ടാവുള്ളൂ. മെക്കയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ചിന്താധാരകൾ സ്വീകരിച്ചവർക്ക് ആ രാഷ്ട്രത്തോടായിരിക്കും കൂടുണ്ടാവുക. യെരുശലേമിൽ നിന്നും അതുപോലെ ഇസ്രായേലിൽ നിന്നും അവനവന് വേണ്ടത് സ്വീകരിച്ചവർക്ക് ഈ നാടിനോട് എങ്ങനെ കൂറുണ്ടാവും? അത് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. അത് സത്യസന്ധമായ ഒരു വിലയിരുത്തലാണ്. അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവൻ അവനവന്റെ വീട്ടിനോട് കൂറും സ്നേഹവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ശത്രുവിന്റെ കൂട്ടത്തിൽ നിൽക്കുന്നവൻ എങ്ങനെ ഇപ്പുറത്തെ സ്നേഹം ഉണ്ടാവും? അപ്പുറത്ത് നിൽക്കുന്നവൻ എന്നും അപ്പുറത്തായിരിക്കും സ്നേഹം. അത് ശരിയോ തെറ്റോ എന്നുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വിദേശത്തിൽ പഠിച്ചു എന്നുള്ളതല്ല തെറ്റ്, വിദേശ ധാരണകൾ വെച്ച് ജീവിക്കുന്നതാണ് തെറ്റ്. ലോകത്തിൽ എവിടെ ചെന്നാലും ഭാരതത്തിന്റെ മക്കൾ ഭാരതത്തിന്റെ മക്കളാവണം. അതിന് വിദേശികളുടെ പേരുകൾ ഓരോ മെത്രാന്റെയും ഓരോ ബിഷപ്പിന്റെയും ഓരോ കർദിനാളിന്റെയും പേര് നോക്കാം. ഭാരതീയന്റെ നാവിൽ പോലും വരില്ല. എന്തിനായി വിദേശ പേരുകൾ വെച്ചുകൊണ്ട് നടക്കുന്നത്? ഭാരതീയമായ പേരിട്ടൂടെ? ഓരോ സ്ഥലത്തിന്റെയും ഓരോ പള്ളിയുടെയും ഓരോ പുണ്യവാളനും വിദേശികളാണ്. ഭാരതീയരതിനകത്തില്ല. വിദേശികളെ ആരാധിക്കുന്ന, വിദേശീയ പേര് വെച്ച് പുലർത്തുന്ന, വിദേശ ഗ്രന്ഥത്തെ പൂജിക്കുന്ന, വിദേശമായിട്ടുള്ള മയത്തിൽ ജീവിക്കുന്ന അവരുടെ രക്തം വിദേശ രക്തമായിരിക്കോ സ്വദേശ രക്തമായിരിക്കോ? സത്യസന്ധമായിട്ട് ചിന്തിക്കാൻ പഠിക്കുക. വിദേശത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുന്ന ഏത് വ്യക്തിക്കും വിദേശീയരോടായിരിക്കും കൂറുണ്ടാവുക. സ്വദേശത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുന്നവര് അത് ഇവിടെയുള്ള കൊടിമരം എടുത്താലും ഇവിടെയുള്ള കൽവിളക്കെടുത്താലും ഇവിടെയുള്ള കാവ്യവസ്ത്രം എടുത്താലും ഇവിടെ നിന്ന് ആരെ എടുത്താലും എന്തിനെടുത്താലും അത് പറ്റിക്കാനും ചതിക്കാനും വഞ്ചിക്കാനും ഉള്ള ഒരു മാർഗമായിട്ട് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. പഠിക്കണം, അറിയണം. സ്വാമി വിവേകാനന്ദന്റെ 150-ാം ജന്മവാർഷികത്തില് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉണ്ടാകണം. ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗമായിരിക്കണം മാർഗം. നമ്മുടെ പൂർവ്വകാല വൈഭവത്തെക്കുറിച്ചും പൂർവ്വകാല അപച്യുതികളെക്കുറിച്ചും ചിന്തിക്കണം. വർത്തമാനകാല നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഭാവികാല ചൈതന്യത്തെ മുമ്പിൽ കാണണം. അതിനുത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധത. സർവശക്തിയും ഉപയോഗിച്ച് എഴുന്നേറ്റ് നിൽക്കണം. ഭീരുവാകരുത്, ധീരനാകണം. മരണം എന്നായാലും ഉണ്ട് ഒരു ദിവസം. എ കവേർഡ് ഡൈസ് മെനി ടൈംസ് ബട്ട് എ കറേജിയസ് മാൻ ഡൈസ് ഓൺലി വൺസ് എന്ന്
വളരെ ഭംഗിയായിട്ട് ഡോക്ടേഴ്സ് ഡയലമ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുക, ധൈര്യമായിട്ട് ധീരനായിട്ട് സത്യം വിളിച്ചു പറയാൻ ഭയപ്പെടരുത്. സത്യേന ബന്ധാ വിദതോ ദേവയാന. ഈശ്വരീയമായ മാർഗത്തിലേക്കുള്ള വഴി സത്യത്തിന്റെ മാർഗമാണ്. ആർക്കിഷ്ടപ്പെടുന്നു ആർക്കിഷ്ടപ്പെടുന്നില്ല എന്നുള്ളതല്ല, സത്യമേത് സത്യമല്ലാത്തതേത്, ആ സത്യത്തിന്റെ വഴിയിലൂടെ പോകാനും ഭാരതീയ നന്മകളെയും ധർമ്മത്തെയും രാഷ്ട്രത്തെയും നിലനിർത്താനും നമുക്ക് ത്യാഗങ്ങൾ സഹിക്കാം. നമ്മുടെ പൂർവികര് ഓരോ നിമിഷവും ജീവിച്ചത് ത്യാഗത്തിലൂടെയാണ്. ഔറംഗസീബിന്റെയും ഷാജഹാന്റെയും അക്ബറുടെയും വാളിന് ഇരയായവര് കോടിക്കണക്കിന് ഹിന്ദുക്കളാണ്. അവരെല്ലാം ഈ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന കൊലയാളി വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് 40,000 ഹിന്ദുക്കളെ കൊന്നതിനാ. മതം മാറാൻ വിസമ്മതിച്ച 40,000 ഹിന്ദുക്കളെ കൊന്ന ആ വ്യക്തിയാണ്, ആ കൊലയാളിയാണ് സെയിന്റ് ഫ്രാൻസിസ് സേവിയർ. അയാളെ വിശുദ്ധനാക്കി പൂജിക്കുമ്പോൾ ആ പൂജിക്കുന്നവരുടെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് ചിന്തിക്കുക. എത്രയോ എത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. എല്ലാവരും ഭാരതീയരാണ് അല്ലെന്നല്ല, പക്ഷെ ഏത് രാഷ്ട്രത്തോടാണ് കൂറ്? വാടക വീട്ടിൽ താമസിക്കുന്നവന് വാടക വീടിന്റെ ഉടമസ്ഥനോട് കൂറുണ്ടാവണമെന്നൊന്നും നിർബന്ധമില്ല. അതേപോലെ ജീവിക്കുന്നവന് സ്വന്തം വീടിനോടും സ്വന്തം ധർമ്മത്തോടും സ്വന്തം രാഷ്ട്രത്തോടും കൂറും സ്നേഹവും ബഹുമാനവും ഭക്തിയും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ആവേശോജ്വലമായി പറയട്ടെ, സ്വാമി വിവേകാനന്ദന്റെ 150-ാം ജന്മവാർഷികം ഈ രാഷ്ട്രത്തോടും ഈ ധർമ്മത്തോടും നമ്മുടെ കടപ്പാട് തെളിയിക്കാനുള്ള ഒരു ദിവസം കൂടി ആവട്ടെ. നമ്മുടെ ധർമ്മത്തിൽ നിന്ന് മറ്റു ധർമ്മത്തിലേക്ക് വഞ്ചിക്കപ്പെട്ടു പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ദിവസം. മറ്റു മതത്തിന്റെ മഹത്വം കണ്ടിട്ടൊന്നും അല്ല ഇവര് ഹിന്ദുക്കൾ അപ്പുറത്തേക്ക് പോയത്. ഒന്നുകിൽ ജീവിക്കാനുള്ള കാശിന് വേണ്ടി, അല്ലെങ്കിൽ അംഗീകാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ കാര്യം നേടാൻ വേണ്ടി. അവരെ അറിയിക്കണം, സനാതന ധർമ്മ മഹാസാഗരമാണ്. ഇസ്ലാം മതവും ക്രിസ്തു മതവും ഒരു പൊട്ടക്കിണർ പോലെയാണ്. മഹാസാഗരത്തിൽ നിന്ന് വന്ന തവള പൊട്ടക്കിണറ്റിലേക്ക് ചാടി, ഇതാണ് എൻ്റെ ലോകമെന്ന് അതിനകത്തിരിക്കുന്നവര് ഒരു തവള പറഞ്ഞതുപോലെ കേട്ട് അഭിമാനിക്കേണ്ടി വരരുത്. ഇതെന്റെ വരികളല്ല, ഇത് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ വരികളാണ്, കൂപമണ്ഡൂകത്തിൻ്റെത്. അറിയണം, തുറന്ന മനസ്സുമായി ലോകത്തിലെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസൽമാനെയും പഠിപ്പിക്കണം ഭാരതീയ ധർമ്മം എന്താണെന്ന്. ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും മധ്യപക്ഷത്തിനെയും പഠിപ്പിക്കണം ഭാരതീയ ധർമ്മം എന്താണെന്ന്. അത് നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനാവശ്യമുള്ള എല്ലാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു, നിങ്ങൾ ഈ ധർമ്മത്തെ രക്ഷിക്കാനും രാഷ്ട്രത്തെ സംരക്ഷിക്കാനുമുള്ള പ്രതിജ്ഞ എടുത്തില്ലെങ്കിൽ മറ്റൊരു അവതാരം വന്ന് ഈ രാഷ്ട്രത്തെയും ധർമ്മത്തെയും സംരക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഒരു RSSകാരനും ഒരു BJPക്കാരനും ഒരു ഹിന്ദു ഐക്യവേദിക്കാരനും ഒരു വിശ്വ ഹിന്ദു പരിഷത്തുകാരനും ഒരു NSSകാരനും ഒരു SNDPക്കാരനും ഈ ഹിന്ദു ധർമ്മത്തെ മുഴുവനും സംരക്ഷിക്കൽ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കില്ല. അതിൽ നിന്ന് മാറി നിൽക്കുന്നവരും അതിനകത്ത് വന്ന് ഈ കർമ്മനിരതരാവുക. ആരെയും ചവിട്ടി പുറത്താക്കരുത്, എല്ലാവരെയും അടിച്ചകത്താക്കുക. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാകട്ടെ നമ്മുടെ ജീവിതം. ഭാരതം എന്ന രാഷ്ട്രം 21-ാം നൂറ്റാണ്ടിൽ ലോകത്തിന് വിളക്ക് വയ്ക്കുന്ന രാഷ്ട്രമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. ആ ലോകത്തിന് വിളക്ക് വയ്ക്കാനുള്ള ചങ്കൂറ്റവും ധൈര്യവും നമുക്കുണ്ടാവട്ടെ. ഞാൻ വിതച്ചിട്ടുണ്ട് ഒരു 300 വർഷത്തേക്ക് കൊയ്യാൻ എന്നാ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. ആ 300 വർഷം കൊയ്യാനും അതിനുശേഷമുള്ള ഒരു 300 വർഷം ജീവിക്കുന്നവർക്ക് കൊയ്യാനും പാകത്തിന് നമുക്ക് വിതയ്ക്കുകയും കൊയ്യുകയും നമുക്ക് ചെയ്യാം. നന്മകള് വാശിയും പകയും വിദ്വേഷവും ഇല്ലാതെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തില് പഠിപ്പിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് അഭിമാനത്തോടു കൂടി ഒരു ഹിന്ദുവായി ജീവിക്കാം. ഭാരതത്തിലെ ക്രിസ്ത്യാനിയും മുസൽമാനും ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെ ആയിരുന്നു. അവരാരും യെരുശലേമിൽ നിന്നോ മെക്കയിൽ നിന്നോ വന്നവരല്ല. എന്നാണോ ഹിന്ദു ആത്മാഭിമാനത്തോടുകൂടി ധർമ്മവും രാഷ്ട്രവും മുമ്പിൽ നിർത്തി പ്രവർത്തിക്കുന്നത്, അന്ന് മറ്റുള്ളവരും ആ പന്താവിലൂടെ വരാതിരിക്കില്ല. അതിന് നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ അമ്മയോടും പറയുന്നു, നിങ്ങളുടെ മകള് നിങ്ങളുടെ മകൻ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെടരുത്. ഓരോ കുടുംബാംഗത്തോടും പറയുന്നു, പെന്തക്കോസ്തുകാരും ക്രിസ്ത്യാനികളും നടത്തുന്ന മതപരിവർത്തനത്തില് നിങ്ങളുടെ വീട്ടുകാരെ പെടരുത്. ഗത്യന്തരമില്ലാതെ പെട്ടുപോയാൽ അവരെ പടിയടച്ച് പിണ്ണം വെക്കരുത്. തിരിച്ച് നമ്മുടെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ ധർമ്മത്തിൽ നിന്ന് പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശംഖധ്വനി ആകട്ടെ സ്വാമി വിവേകാനന്ദന്റെ 150-ാം ജന്മവാർഷികം എന്ന് പറഞ്ഞുകൊണ്ട്
പ്രണാമം. നമസ്കാരം.